അപ്പോൾ എല്ലാവർക്കും മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ തുടക്കം തന്നെ നമ്മുടെ കുംബ്ലോസ് നാരങ്ങ തുടങ്ങാമെന്ന് കരുതി. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കുംബ്ലോസ് നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മഴയാണ്. നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയത് ഉപ്പുമാവാണ്. ഉപ്പുമാവിൻ്റെ ഒപ്പം ചക്ക വറുത്തത്, അത് ഇവിടുത്തെ കോമ്പിനേഷനാണ് എപ്പോഴും. ഒപ്പം നമ്മൾ ഇന്നലെ മേടിച്ച പഴവുമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് ചക്ക വറുത്തതാണ് കേട്ടോ ഇന്ന്. ചക്ക വറുത്തത് എപ്പോഴും ഇവിടുത്തെ കോമ്പിനേഷനാണ്. പുട്ടിനും ഇത് എന്തെന്നാണ് ഉപ്പുമാവിനൊക്കെ കോമ്പിനേഷനായിട്ട് വെക്കണ സാധനം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ മഴ ഒരുവിധം തോർന്നപ്പോൾ ഒന്ന് മുറ്റം അടിച്ചേക്കാം എന്ന് കരുതി. പക്ഷേ വെള്ളത്തിലിട്ട് വലിച്ചിട്ട് പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഞാൻ കാലും കൊണ്ടൊക്കെ ചവിട്ടി മെതിച്ചൊക്കെയാണ് എടുത്തത്. അതായത് ഈ പേരയുടെ ഇലയൊക്കെയാണ് വീണ് കിടക്കണത്. പേരയില ഈ അടിച്ചാൽ കിട്ടൂല, ഭയങ്കര പാടാണ്. അതേമാതിരി തന്നെ കണിക്കൊന്നയുടെ ഇലയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മണ്ണിൽ അലിഞ്ഞങ്ങോട്ട് ഇല്ലാണ്ടാവണ പോലെയാണ് കേട്ടോ അതിൻ്റെ കിടപ്പ്. അപ്പോൾ അതൊന്നും കിട്ടണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമുക്ക് ഇന്നലെ തോരയിട്ട് വെച്ച തുണിയൊക്കെ ഒന്ന് അകത്തോട്ട് എടുത്തിടാമെന്ന് കരുതി. എന്ന് വെച്ച് ഇനിയിപ്പോൾ വെയിൽ കണ്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അകത്തോട്ട് എടുത്തിട്ടതാണ്. അപ്പോൾ അത് അകത്ത് ആ ഒരു ചൂടുണ്ടാവുമല്ലോ, നമ്മുടെ പെരയുടെ അകത്തൊരു തണുപ്പല്ലാതെ ഒരു ഇത്തിരി ചൂടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കിടന്നുണങ്ങട്ടെ എന്ന് കരുതി. പിന്നെ ഇടയ്ക്ക് അവിടെ മുറിയിൽ കയറുമ്പോൾ ഫാൻ ഇടുകയാണെങ്കിൽ ആ ഒരു കാറ്റിലും കിടന്നുണങ്ങിക്കോളും. അപ്പോൾ ഇത് മഴക്കോട്ട്, കൊച്ചിൻ്റെ മഴക്കോട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് വിരിച്ചിടണം, അത് നനഞ്ഞിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് വിരിച്ചിടാന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിടും. ഞാനിതേമാരെ എവിടെയെങ്കിലുമൊക്കെ തോരയിട്ട് വയ്ക്കും. വന്നിട്ട് പിറ്റേ ദിവസം ഉണങ്ങുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകും. വീണ്ടും ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് ചുരുട്ടിക്കൂട്ടിയിടും കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചേനയുടെ, അതായത് ഈ പടുമുളയായിട്ട് മുളച്ചു വന്നതാണ്. അങ്ങനെ മുളച്ചു വന്ന ചേനത്തണ്ടാണ് കേട്ടോ. നമ്മുടെ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഇല തോരൻ വെച്ചത് കാണിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അത് കൂമ്പ് തോരനായിരിക്കണം കേട്ടോ. ഇതൊരുമാതിരി വിടർന്നു പോയി. അപ്പോൾ ഇത് നമ്മൾ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വലയിട്ട് പിടിച്ചപ്പോൾ മേടിച്ചതാണ് കേട്ടോ നമ്മൾ. നല്ല മീൻ. ഇതിൻ്റെ പേരെന്തോന്ന് ചേട്ടൻ എന്തോ പേര് പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല. മറന്നുപോയി, മനസ്സിലാവായികയല്ല, മറന്നുപോയി. അതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വഴുക്കി പോകട്ടെ. അത് കണ്ട എന്തോ കണ്ടിട്ട് നല്ല ഇതാണെന്ന് തോന്നണു. പുഴമീനാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമ്മൾ ഫ്രഷായിട്ട് കിട്ടണതാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം പൂളാനുണ്ട്, പള്ളത്തിയുണ്ട്, പിന്നെ അതന്നെ പരലല്ലേ, പരല്. പിന്നെ ഇത് എനിക്ക് വറ്റേന്നാണ് എന്തോ പേര് പറയും. പിന്നെ ഇത് പൂളാൻ്റെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ വറുത്താലാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ഭയങ്കര ചെതുമ്പലുണ്ട് കേട്ടോ. അതേമാതിരി മുള്ളും ഉണ്ടാവും തോന്നിട്ട് ഇതിന്. എനിക്കതിൻ്റെ പേര് കിട്ടണില്ല. പിന്നെ വേറെ എന്തോ ഒരു മീനും കൂടി ഉണ്ടായിരുന്നു, ഇതൊന്നും പേര് കിട്ടണില്ല. പക്ഷേ ഇത് നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കടൽ മീൻ നന്നാക്കണ പോലെ അല്ല കേട്ടോ ഇതിങ്ങനെ ഭയങ്കര വഴുവഴുപ്പാണ്. ഈ എല്ലാ മീനിനും അതെ, പള്ളത്തി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നല്ല വഴുവഴുപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി വെട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഒരു വഴുവഴുപ്പ് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാണ് നമ്മൾ ചെയ്തത്. ഇനി ഇത് ഇപ്പം വെക്കാനല്ല കേട്ടോ, ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഞാൻ കുളിക്കണതിന് മുന്നേ വെട്ടി വെക്കാമെന്ന് കരുതിയതാണ്. വൈകുന്നേരത്തേക്ക് എടുക്കുള്ളൂ. ഉച്ചയ്ക്ക് ഞാനങ്ങനെ മീൻ കഴിക്കില്ല, തലേ ദിവസത്തെ മീനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്കലത്തേക്ക് വേണ്ട. ഉച്ചയ്ക്ക് എനിക്ക് തക്കാളി വാട്ടാമെന്ന് കരുതി, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. തക്കാളി വാട്ടിയിട്ട് മുട്ട പൊരിക്കാം എന്ന് കരുതി. അതൊക്കെ മതി, ഉച്ചയ്ക്ക് അതൊക്കെ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് രാത്രി എടുത്ത് വെക്കാമെന്ന് കരുതിയാണ് നന്നാക്കി വെച്ചേക്കണത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞി ഇളക്കാനിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറാമാൻ പുത്രനാണ് കേട്ടോ. അപ്പോൾ അടുത്തുനിന്നും അകലേന്നൊക്കെ എടുത്ത് അങ്ങോട്ട് വീഡിയോ എടുക്കണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ലാണ്ട് എടുത്തു. അതൊക്കെ ഒരു തോന്നലാണ് കേട്ടോ, വീഡിയോ എടുത്ത് തരലൊക്കെ ഒരു തോന്നലാണ്. ഇന്നെന്തോ എടുത്ത് തരാമെന്ന് പറഞ്ഞു, എടുത്തു. അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞു. മീനൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് കുറേ കാക്കിരി ബീക്കിരി സാധനങ്ങളൊക്കെ കത്തിക്കാനായിട്ട്, കുറേ ദിവസമായിട്ട് മഴയായിട്ട് ഇങ്ങനെ ഇരിക്കണേ കൊണ്ടിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മഴയുണ്ട് കേട്ടോ, പൊടിമഴയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതൊക്കെ കൊണ്ടുപോയി ഒന്ന് തീയിട്ട്. കാരണം അത് ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ അതും കവിഞ്ഞ് ഇതിപ്പം ഞങ്ങൾ
നടക്കുമ്പോൾ മുറിയിൽ കൂടി നടക്കുമ്പോൾ എങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ കൂടി താഴേക്ക് വീഴും. വീണ്ടും ഞാൻ പെറുക്കി അതിൽ തന്നെ ഇടും. ഈ പേപ്പറും ചില തുണി കഷ്ണവും അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കണേണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തീയിടാമെന്ന് കരുതി തീയൊക്കെ ഇട്ട്, അല്ലെങ്കിൽ പിന്നെ അവിടെയൊക്കെ ആകനെ വീണ്ടും ഞാൻ ഈ വാരി വെക്കും, വീണ്ടും നിലത്തിടും, അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ അത് ഒന്ന് അടിച്ച് വാരാനും ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ അടിച്ചു വാരി കൊണ്ടുപോയി ഇട്ടതാണ്. എന്നാലും ഇത് ഞാൻ അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി പരന്ന്, അപ്പോൾ വീണ്ടും ഒന്ന് ഇലയൊക്കെ കൂടി ഒന്ന് തട്ടിക്കൂട്ടി കത്തിക്കാമെന്ന് കരുതി അങ്ങനെ അത് ചെയ്ത്. അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഗംഭീര മഴയൊക്കെ വന്നിട്ടോ. ഇത് ഞാൻ തീയിട്ട കഴിഞ്ഞ് ഒന്ന് ശമിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മഴ പെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ നല്ല വെയിലുമായിരുന്നു കേട്ടോ. നല്ല വെയിലൊന്നുമില്ല, ഒരു അത്യാവശ്യം ഒരു ഇത്തിരി നേരം തുണിന്ന് ഉണങ്ങാനുള്ള വെയിലൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അതങ്ങനെ നടന്നു. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെന്താണ്, പിന്നെ അടുത്ത പണി ഇനി തുടങ്ങണം. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വൈകുന്നേരത്തെ വീഡിയോ ആണ് എടുത്തേക്കണത്. അതായത് കറി വെക്കണ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാനില്ല, അല്ലാതെ സ്ഥിരം നമ്മുടെ മുളക് ചാറായിട്ട് വയ്ക്കാം എന്നാണ് കരുതിയത്. ഉള്ളി ഇഞ്ചിയും ഒക്കെ കൂടി ഞാൻ വെളുത്തുള്ളി ഇടാറില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല വെളുത്തുള്ളിയുടെ ചുവ. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഞാൻ അരിഞ്ഞിടാൻ മറന്നുപോയി. എന്നിട്ട് ഇതിലിട്ട് വഴറ്റിയപ്പോഴാണ് ഇത് മുഴുവൻ മുളകായിട്ട് എടുക്കണം. പിന്നെ ഞാൻ ആ കയ്യിലും കൊണ്ട് ഇങ്ങനെ കുത്തി വരയാണ് ചെയ്തത്. അങ്ങനെ കഷ്ണിച്ചെടുത്ത് പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചാറിലേക്ക് നമ്മുടെ മീനിട്ട് പല വക എല്ലാം കൂടി കൂട്ടി കലർത്തി അതിലുള്ളതിലൊക്കെ വലിയ മീനെടുത്ത് കറി വെച്ചു. ബാക്കി ചെറുതൊക്കെ എടുത്ത് വറുക്കാലാമെന്ന് കരുതി നമ്മൾ പുരട്ടി വെച്ചുള്ളൂ. വെറുതെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെറുതെ ഒന്ന് പുരട്ടി മതി. ഇതിനിപ്പോൾ വലിയ ആഡംബരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ഫ്രഷ് മീനായതുകൊണ്ട് വെറുതെ ഉപ്പിട്ട് വറുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിലൊക്കെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്താലൊക്കെ ഒരു ഇത്തിരി കൂടി ടേസ്റ്റ് കിട്ടണം. പക്ഷേ ഇത് ഫ്രഷ് ആവുമ്പോൾ അധികം വലിയ ഐറ്റങ്ങളൊന്നും ചേർത്തില്ലെങ്കിലും വറുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കെല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം നമ്മുടെ ചാനലിന് വേണം. എന്നാലല്ലേ നമ്മുടെ ചാനലും ഒന്ന് വലുതായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.